കുബേരനിധി എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. കുബേര ഭഗവാന്റെ ഫോട്ടോ വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം. കുബേരൻ്റെ മുൻപിൽ ധാന്യങ്ങളും വൈരങ്ങളും രത്നങ്ങളുമൊക്കെ ഇങ്ങനെ കൂന കൂട്ടി വെച്ചിരിക്കും. നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെയാണ് ഉണ്ടാവേണ്ടത്. അതായത് നല്ല രീതിയിലുള്ള ധനവരവ് നമ്മുടെ വീട്ടിലുണ്ടാവണമെന്നുണ്ടെങ്കിൽ ധാന്യങ്ങൾ എപ്പോഴും നിറഞ്ഞ് തന്നെ നമ്മുടെ വീട്ടിലും ഉണ്ടാവണം. പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരുമൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, അരിയും ഉപ്പും ഒരിക്കലും വീട്ടിൽ നിന്ന് ഒഴിയാൻ പാടില്ല എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് മിക്കവരും ധാന്യങ്ങൾ, അതായത് പയറ്, പരിപ്പ്, കടല, അരിയാണെങ്കിൽ പോലും തീരുന്ന കണക്കിനനുസരിച്ച് പോയി വാങ്ങുക എന്നുള്ളതാണ് ചെയ്യുന്നത്. കൂട്ടുകുടുംബമല്ലാത്തതുകൊണ്ടും 3 പേരോ 4 പേരോ മാത്രമുള്ള അണുകുടുംബങ്ങളായതുകൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും നമ്മുടെ വീട്ടിലെ ധാന്യങ്ങളാണെങ്കിലും അരിയാണെങ്കിലും കുറയാൻ പാടില്ല, അതുപോലെ കാലിയാക്കാനും പാടില്ല. കുറച്ചായി കഴിയുമ്പോൾ തന്നെ നമ്മൾ പോയി അത് വാങ്ങി ഫില്ല് ചെയ്ത് തന്നെ വെക്കണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ധനവരവ് കുറയുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ മിക്കവർക്കും ചിരി വരുമെന്നുണ്ടെങ്കിലും അതാണ് അതിലെ സത്യമെന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴാണോ നമ്മൾക്ക് അരി വാങ്ങിച്ച ആ ഒരു പോട്ട്, അരി വെക്കുന്ന സ്ഥലം വെക്കാൻ പറ്റാതെ വരുന്നത്, എപ്പോഴാണോ അരിയും ഉപ്പും നമ്മൾക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ തീർന്നു പോകുന്നത്, തീർച്ചയായും ധനത്തിന് ആ നിമിഷം മുതൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നു പോകും. ഇത് പലർക്കുമുള്ള അനുഭവവും ആയിരിക്കും.